ട്രംപിന് വീണ്ടും കിളിപാറിയിട്ടുണ്ട്. ട്രംപ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ഇന്ത്യയും റഷ്യയും ഒക്കെ ഡെത്ത് എക്കോണമി നിർജീവമാണ്, ഡെത്ത് എക്കോണമിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട പാതി കേൾക്കാതെ പാതി നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വന്നിട്ട് പറഞ്ഞു, പുള്ളി പറഞ്ഞതിൽ എന്താ തെറ്റ്, അത് സത്യമല്ല, അക്ഷരം പ്രതി ശരിയാണ് എന്ന് പറഞ്ഞു. സന്തോഷമുണ്ടെന്ന്. ഇത് ആരുടെ പോയി ഇത് ഇങ്ങനെയെന്ന് ചോദിക്കാൻ ഭയങ്കര താറടിച്ചാണ് ഇന്ത്യയെ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒപ്പമുണ്ട്. അതെന്താ അതങ്ങനെ? ഇത് ഇപ്പൊ എന്തായാലും രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ്സുകാരെ മറുപടി കൊടുത്തിട്ടുണ്ട്. രാജീവ് ശുക്ല എന്ന് പറഞ്ഞ പിന്നാലെ വന്ന ഒരു MP പറഞ്ഞ അഭിപ്രായം നേരെ തിരിച്ചാണ്. ഡെഡ് എക്കോണമി എന്ന് ട്രംപിന്റെ തന്തയുടെ അടുത്ത് പോയി പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഇന്ത്യയുടെ എക്കോണമി ഒരിക്കലും ഡെഡ് ആയിരുന്നില്ല. അതായത് നരസിംഹറാവുവിന്റെ കീഴിൽ ആദ്യം മൻമോഹൻ സിംഗ് സാമ്പത്തിക മന്ത്രിയായിരുന്നപ്പോഴാണല്ലോ നമ്മളെ ഗ്ലോബലൈസ്ഡ് രാജ്യം നമ്മുടെ ഗ്ലോബലൈസേഷന് നമ്മൾ രാജ്യം തുറന്നു കൊടുത്തു 91-ൽ ആഗോളവൽക്കരണത്തിൽ. അപ്പോൾ അന്ന് മുതൽ ഇന്ത്യയുടെ എക്കോണമി സ്റ്റേബിൾ ആയിട്ട് റൈസ് ആവുകയാണ്. അത് വാജ്പേയി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് അത് ഇനിയും വളർന്നു. അതിനുശേഷം മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന 10 കൊല്ലം സാമ്പത്തികമായിട്ട് ഇന്ത്യ കുതിച്ചിരുന്നു എന്ന് പറയുന്നത്. കാരണം നമുക്ക് അന്നറിയാം 2009-ലെ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ ഇന്ത്യയെ മാത്രം ബാധിച്ചില്ല. എന്തുകൊണ്ടാണ്? മിക്സഡ് എക്കോണമി ആയതുകൊണ്ടാണ്. നമ്മൾ രണ്ടുമുണ്ട്, ക്യാപിറ്റലിസ്റ്റുമാണ് സോഷ്യലിസ്റ്റുമാണ്. അത് മൻമോഹൻ സിംഗ് 91-ൽ തുറന്നു കൊടുത്തപ്പോൾ, ആഗോളവൽക്കരണത്തിൽ തുറന്നു കൊടുത്തപ്പോൾ പലരും വിമർശിച്ചിരുന്നു. പക്ഷെ അതിന്റെ ബലം നമ്മൾ അറിഞ്ഞു 2009-ൽ. അതിനുശേഷം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മോദി സർക്കാരിന്റെ കീഴിൽ അത് എത്രയോ മുകളിലോട്ട് പോയി. അപ്പം ഇത് കഴിഞ്ഞ് പിന്നാലെ വന്ന ആളായിരുന്നു അറിയാമോ? ശശി തരൂർ. ശശി തരൂരിൻ്റെ അടുത്ത് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി എടുത്ത് ഒട്ടിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം പേരെടുത്ത് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പിന്നെ കുറച്ചും കൂടെ ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹത്തിന് ഒരു സ്റ്റാച്ചർ അറിയാലോ, ഇന്റലക്ച്വലാണ്. അപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഇത് പറഞ്ഞു, ഇതൊരു എന്താണ്, നമുക്ക് മറ്റു ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടല്ല. ഇപ്പം 104 ബില്യണാണ് നമ്മുടെ ഇൻഡസ്ട്രി. അതായത് നമ്മൾ ഇവിടുന്ന് കയറ്റുമതിയിലൂടെ, അമേരിക്കയിൽ നമ്മൾ കയറ്റുമതിയിലൂടെ നമ്മൾ നേടുന്ന സമ്പത്ത് എന്ന് പറയുന്നത് 104 ബില്യൺ ഡോളറാണ്. അതിപ്പോൾ ഇല്ലാതാവുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഇതുണ്ടാകും. പക്ഷെ നമുക്കിത് അദ്ദേഹം പറഞ്ഞാൽ ഡൈവേഴ്സിഫൈ എന്നാണ്. അതായത് അമേരിക്ക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത് എന്താ ചെയ്യുക, ഈ നമ്മുടെ കച്ചവടം കൂടുതൽ വ്യാപിപ്പിക്കണം. അതൊരു ഓപ്ഷൻ ഒന്നുമല്ല. നമ്മൾ UK ആയിട്ട് ഇങ്ങനെ കരാറിൽ നെഗോഷിയേഷനിലാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഈ അവസരത്തിൽ നമ്മളുടെ നെഗോഷിയേറ്റേഴ്സിന് വേണ്ടി ഒപ്പം നിൽക്കണം. നമ്മുടെ നെഗോഷിയേറ്റേഴ്സ് ആരാണ്? ഒന്ന് നമ്മളെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, 2 നമ്മുടെ വ്യവസായ മന്ത്രി. ഇവർക്കൊപ്പം നിൽക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിൽ തന്നെ സന്ദേശം വ്യക്തമാണ് ഈ അവസരത്തിൽ. അപ്പോൾ ഇന്ത്യ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണെന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയാലോ. ട്രംപിൻ്റെ പോസ്റ്റിലേക്ക് പോവാം. ആ പോസ്റ്റ് തുടങ്ങുന്നതിൽ ഇങ്ങനെയാണ്, അതായത് റിമെമ്പർ വൈൽ ഇന്ത്യ ഈസ് അവർ ഫ്രണ്ട് അവിടെ നിൽക്കുന്നത്, വി ഹാവ് ഓവർ ദ ഇയേഴ്സ് ഡൺ റിലേറ്റീവ്ലി ലിറ്റിൽ ബിസിനസ് വിത്ത് ദം ബിക്കോസ് ദെയർ താരിഫ്സ് ആർ ഫാർ ടു ഹൈ. അതായത് നമുക്ക് ഇന്ത്യയായിട്ട് വളരെ കുറച്ച് ബിസിനസ്സേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. അവരുടെ താരിഫ് ഭയങ്കര കൂടുതലാണ്. എത്രയാണെന്ന് അറിയാമോ? 17% കൂടുതൽ. ഇങ്ങോട്ട് ചുമത്താൻ വന്നതല്ല, 25% പ്ലസ് ഇനി പിഴയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് 35 പറയുന്നത് 100 വരെ ആവാനുള്ള സാധ്യതയുണ്ടെന്ന് പറയും. ട്രംപ് രാവിലെ എഴുന്നേക്കുമ്പോൾ എന്താണ് തോന്നുന്നത് അതാണ്. അപ്പോൾ എന്തായാലും എമംഗ് ദ ഹയസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ താരിഫ് എമംഗ് ദ ഹയസ്റ്റ് ഇൻ ദ വേൾഡ് ആൻഡ് ദേ ഹാവ് ദ മോസ്റ്റ് സ്ട്രെനസ് ആൻഡ് ഒബ്നോക്ഷ്യസ് നോൺ മോണിറ്ററി. ഇവരുടെ പ്രോഡക്ട്സ് നമുക്ക് എന്താ പറയുക, ഒരു വിലയും ഇല്ലാത്ത ഉൽപ്പന്നങ്ങളാണ്. അതായത് നമ്മുടെ ഒരു ഗുണവുമില്ലാത്ത ഉൽപ്പന്നങ്ങളാണ് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഇത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓൾസോ ദേ ഹാവ് ഓൾവേസ് ബോട്ട് എ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദെയർ മിലിറ്ററി എക്യുപ്മെന്റ് ഫ്രം റഷ്യ ആൻഡ് റഷ്യാസ് ലാർജസ്റ്റ് ബയർ ഓഫ് എനർജി. ഇത് പ്രത്യക്ഷമായി പറയുന്ന കാരണം ഇന്നലെ വാർത്തകളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. റഷ്യയുടെ കയ്യിൽ നമ്മൾ ഇത് വാങ്ങിക്കുന്നു, ആയുധങ്ങൾ വാങ്ങിക്കുന്നു, എണ്ണ വാങ്ങിക്കുന്നു, ഇത്തരത്തിലുള്ള. എലോങ് വിത്ത് ചൈന, നമ്മൾ ചൈനയുടെ ഒപ്പം. പിന്നെ അറ്റ് എ ടൈം വെൻ എവരി വൺ വാണ്ട്സ് റഷ്യ ടു സ്റ്റോപ്പ് ദ കില്ലിംഗ് ഇൻ യുക്രൈൻ. അതായത് യുക്രൈനൊപ്പം യുക്രൈൻ യുദ്ധം നിർത്താൻ നമ്മൾ കൂട്ടു നിൽക്കുന്നില്ല. അതിനുവേണ്ടി നമ്മൾ റഷ്യയ്ക്ക് നമ്മൾ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ. ഓൾ തിങ്സ് നോട്ട് ഗുഡ്. India will therefore paying a tariff of 25% plus a penalty for the above starting on August 1st. ഓഗസ്റ്റ് 1 മുതൽ 25%. പിന്നെ ഒരു പെനാൽറ്റി, പിഴ അടിച്ചു തരാൻ ഇവൻ ആരാണെന്നുള്ളതാണ് വേറൊരു ചോദ്യം. ഇതാണ് ഇദ്ദേഹം പറയുന്ന ഈ പോസ്റ്റ്. ഈ പോസ്റ്റിന് പിന്നാലെയായിരുന്നു വ്യക്തിഹത്യയുമായിട്ട് ഇറങ്ങിയത്. അതായത് ഐ ഡോണ്ട് കെയർ വാട്ട് ഇന്ത്യ ഡസ് വിത്ത് റഷ്യ.
ഇന്ത്യയും റഷ്യയും തമ്മിൽ എന്താണ് എന്നുള്ളത് എനിക്ക് അത് തമ്മിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് പോട്ടെ. ദേ ക്യാൻ ടേക്ക് ദ ഡെഡ് എക്കോണമീസ് ഡൗൺ ടുഗദർ ഫോർ എന്ന് പറഞ്ഞാൽ ഇവരുടെ നിർജീവമായ രണ്ടുപേർക്കും നിർജീവമായ സമ്പദ് വ്യവസ്ഥയാണ്. ഇത് രണ്ടും ഒരുമിച്ച് അങ്ങ് നശിച്ചു പോട്ടെ എന്ന്. അതൊന്നും എനിക്കൊരു കാൽച്ചോട്ടിന്ന് മണ്ണ് ചോരുന്നത് അറിയുന്നതിന്റെ ഒരു വെപ്രാളായിട്ട് കണ്ടാൽ മതി. അതെ, ഇതിൽ മനസ്സിലാകുന്നത് ഫാസ്റ്റസ്റ്റ് എക്കോണമിയാണ്, ഈ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ് ഇന്ത്യ ഇപ്പോൾ. ഇപ്പോൾ 4ാം സ്ഥാനത്ത് എന്തോ ആണ്. അപ്പം ഈ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇന്ത്യ ഡെഡ് എക്കോണമിയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ലോകത്തിന് മുഴുവൻ അറിയാം, ഇത് അറിഞ്ഞൂടാത്ത നരേന്ദ്രമോദിക്ക് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒറ്റ ചോദ്യം ചോദിക്കുക, ഡെഡ് എക്കോണമി എന്താണെന്ന് പറഞ്ഞു തരുമോ സാർ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ പിന്നാലെ പ്രിയങ്ക ഗാന്ധി ഉണ്ടായിരുന്നു. ഒന്നുകിൽ പ്രിയങ്ക ഗാന്ധി വിളിക്കും, അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അല്ലാന്നുണ്ടെങ്കിൽ ഇദ്ദേഹം വലിയുമായിരുന്നു. അല്ല, പ്രിയങ്ക ഗാന്ധി ഒരു പക്ഷെ പറഞ്ഞേക്കും, പക്ഷെ കാരണം അതിന് തലയ്ക്ക് ഉണ്ട്. അത് മാത്രമല്ല, തലയ്ക്കകത്ത് അത്യാവശ്യം ആൾതാമസമുള്ള ഒരാളാണ് പ്രിയങ്ക ഗാന്ധി. എന്തെങ്കിലും പറഞ്ഞൊപ്പിച്ചാലേ. അതെ, രാഹുൽ ഗാന്ധി അങ്ങനെയല്ലല്ലോ. ഡെഡ് എക്കോണമി എന്താണ്, അതെങ്ങനെയാണ് ഇന്ത്യ ഡെഡ് എക്കോണമി ആവുന്നതെന്ന് പറഞ്ഞു തരുമോ സാർ, നമുക്ക് അറിഞ്ഞൂടാത്തോണ്ടാവുന്ന പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അപ്പൊ അവിടെ നിന്ന് തടി വരികയാണ്. എന്തായാലും അതാരും ചോദിച്ചില്ല, അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇന്ത്യ ഡെഡ് എക്കോണമി ആണ്. അതെന്താന്നറിയ, നമ്മൾ പറയില്ലേ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവരോട് നമ്മൾ തർക്കിക്കാൻ പോയിട്ട്. അതാണ് ബാലക് ബുദ്ധി എന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. അതാണ് പറയുന്നത്. പിന്നെ വി ഹാവ് ഡൺ വെരി ലിറ്റിൽ ബിസിനസ് വിത്ത് ഇന്ത്യ, ദർ താരിഫ്സ് ആർ ടു ഹൈ. നമ്മൾ കുറച്ച് ബിസിനസ് ഇന്ത്യയായിട്ട് ചെയ്തിട്ടുള്ളൂ, അവരുടെ താരിഫ് ഭയങ്കര കൂടുതലാണ്. എമംഗ് ദ ഹയസ്റ്റ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും കൂടുതലാണ്, എമംഗ് ദ ഹയസ്റ്റ് 17%. Likewise, Russia and USA do almost no business. Russia and USA do almost business. No business together. Let's keep it that way. റഷ്യയും പിന്നെ USA തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അത് ബിസിനസ്സും ഇല്ല, ഒന്നുമില്ല, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതിൽ ട്രംപ് മനസ്സിലാക്കേണ്ട കാര്യം, നിർജീവമായിട്ട് കിടക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോണമി അല്ല, നിർജീവമായിട്ട് കിടക്കുന്നത് ട്രംപിൻ്റെ അപ്രൂവൽ റേറ്റിംഗ് ആണ്. അതായത് അവിടെ ഈ ഓരോ മാസവും ഈ അദ്ദേഹത്തിൻ്റെ ഭരണം എങ്ങനെയുണ്ടെന്നുള്ളൊരു അപ്രൂവൽ റേറ്റിംഗ് പോള് പോലെ ഉണ്ടാവും. അതിപ്പോൾ ഓൾ ടൈം ലോയിലാണ് കിടക്കുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ എക്കോണമി, US സാമ്പത്തിക വ്യവസ്ഥ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയുണ്ട് എന്നുള്ള ഒരു പോള് കടന്നപ്പം ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും ലോയിലാണ് ഇപ്പോൾ അത് ശതമാനം കാണിക്കുന്നത്. അപ്പോൾ അതാണ് ഡെഡ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പരാമർശം, ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫൈനാൻസിയർ ഉണ്ട്. നമ്മളിവിടെ ഫൈനാൻസിയർ എന്ന് സാമ്പത്തിക വിദഗ്ധനോ അല്ലെങ്കിൽ ഇവിടെ മുത്തൂറ്റ് ഫൈനാൻസ്, അവിടുത്തെ ഒരു സമ്പന്നനാണ്. ജെഫ്രി എപ്സ്റ്റൈനെ ഇദ്ദേഹം സുഹൃത്തെന്നാണ് പറഞ്ഞത്, വളരെ അടുത്ത സുഹൃത്തെന്നൊക്കെയാണ് പറഞ്ഞത്. ഫോട്ടോസൊക്കെ കൊണ്ട് ഒരുമിച്ച് കുടുംബപരമായിട്ടുള്ള. ഈ ജെഫ്രി എപ്സ്റ്റൈൻ ആരെന്നറിയാമോ? അവിടുത്തെ ചൈൽഡ് സെക്സ് ഒഫൻഡറാണ്, അതായത് പീഡോഫൈൽ എന്ന് നമ്മൾ പറയും, കുട്ടികളെ ഭോഗിക്കുന്നവൻ. അവനിപ്പോൾ അകത്താണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് എന്നുള്ളത് അത് നമ്മുടെ പ്രശ്നം, നമ്മുടെ തെറ്റാണ്. ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിനെ എടുത്തതിന് തെറ്റിപ്പോയതാണ്. അപ്പം അതിനുശേഷമാണ് ഇദ്ദേഹം പാകിസ്ഥാനെ പൊക്കിയടിച്ചുകൊണ്ടുള്ള ഒരു ഇതുമായിട്ട് വന്നത്. ഇത് നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കും, ഓഫീസിലിരുന്ന് ഇത് ടൈപ്പ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ, we have just concluded a deal with the country of Pakistan whereby Pakistan and the United States will work together on developing their massive oil reserves. പാകിസ്ഥാന്റെ ഓയിൽ റിസർവിനെ പറ്റി മാസീവ് എന്ന് പറഞ്ഞത്, അതായത് ധാരാളമായി കിടക്കുന്ന ഒരു എന്താ പറയുക, നമ്മൾ അത്രയും ഘനത്തിലുള്ള ഓയിൽ റിസർവ്സ് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നുള്ള. ഈ പാകിസ്ഥാൻ്റെ ഒരു എക്കോണമി, അതായത് ഒരു ഓയിൽ റിസർവ്സിൻ്റെ ഒരു വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 353.5 മില്യൺ ആണ്. അതായത് 52ാം സ്ഥാനമാണ്. കോൺട്രിബ്യൂഷൻ 0.021%, 0.021%. 1%ത്തിൽ എത്ര ഇതാണെന്ന് നോക്ക്, 0.021%. അല്ല വിജയ്, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവിടെ പെട്രോൾ റിസർവ് ഉണ്ടെന്ന് പറയുന്നു. ഈ ട്രംപ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ട്രംപ് നാളെ രാവിലെ പോയിട്ട് അല്ലെങ്കിൽ നാളെ വൈകിട്ട് ഉച്ചയ്ക്കും ഒക്കെ പോയിട്ട് അവിടെ ബക്കറ്റും കൊണ്ട് പോയിട്ട് അപ്പം തന്നെ കോരിയെടുക്കും? അല്ല, ഇവിടെയാണ് ഒരു കോമഡി ഇരിക്കുന്നത്. നമ്മൾ ഈ എന്താ പറയുക, ബാരൻ ലാൻഡ് എന്ന് പറയും, നമ്മൾ കൃഷി ഉണ്ടാകാത്ത സ്ഥലമുണ്ടല്ലോ, അത് നമ്മൾ പൊട്ടന്മാരെ പറ്റിച്ചു വയ്ക്കുമല്ലോ, അതുപോലത്തെ ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കാരണം ഇത് മുമ്പ് ചൈന ഇതിനകത്ത് ഇറങ്ങി കൈപൊള്ളിയതാണ്. ഈ പരിപാടി നടക്കൂലെന്ന് നമ്മൾക്ക് മനസ്സിലായി പോയി. ഇതിപ്പോ അതാണ് നമ്മുടെ പഴശ്ശിരാജ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടുണ്ട്, ഈ എന്താണ്, കുന്നത്തെ കൊന്നയ്ക്കും പൊന്മോതിരം ഇന്നേതോ തമ്പുരാൻ വന്നേ പോകൂ. അപ്പൊ ഈ ട്രംപുരാനെ വരുത്താൻ വേണ്ടി ഇവിടെ അസീം മുനീർ സാരിയൊക്കെ കിട്ടി ഇങ്ങനെ വശീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഹിനിയാണ്. അതെ, ഇവിടെ ഓയിൽ റിസർവ്സ് തരാം, നമ്മൾ നോബൽ പ്രൈസ് തരാം,
ഒന്ന് ഇനി വന്നു പോയാൽ മതി, എല്ലാം അങ്ങ് തുറന്നു കൊടുക്കുകയാണ്. തുറന്നു കൊടുത്ത് അമ്മയും പെങ്ങളെയൊക്കെ അങ്ങ് ഇയാൾക്ക് കൂട്ടിക്കൊടുക്കുന്ന പരിപാടിയാണ് ഈ അസീം മുനീർ ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല, ജീവിച്ചു പോയാൽ മതി. അപ്പൊ ഇതുപോലത്തെ ഒരു അതിൽ വരുന്ന വാക്കുകളൊക്കെ വളരെ മോശമാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. അതെ. അപ്പൊ ഇവന്റെ രാജ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്തിന്, സോവറിൻ റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു രാജ്യത്തിന് നമ്മൾ ഈ പൊട്ടൻ ഇത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവന്റെ ഈ പാകിസ്ഥാനിൽ മാസീവായിട്ടുള്ള ഓയിൽ റിസർവ്സ് ഉണ്ടെന്ന് ഇവൻ്റെ അടുത്ത് ആരാണ് പറഞ്ഞതെന്ന് അറിഞ്ഞൂടാ. ഈ ട്രംപിന്റെ അടുത്തെ, ക്ഷമിക്കണം ഇവനെന്നൊക്കെ വിളിക്കുന്നുണ്ട്, നമ്മുടെ രാജ്യത്തിനെ പറ്റി അത്രയും മോശമായിട്ട് പറഞ്ഞുകൊണ്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഒരു ബുക്കിൽ നിന്ന് വായിച്ചാണെന്നാണ്. കാരണം ഇദ്ദേഹം ഇതുപോലത്തെ ഒരു മണ്ടത്തിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, ഒന്ന് ഈ കൊറോണ വൈറസ് പോകാനായിട്ട് ലൈസോൾ കുടിച്ചാൽ പോരെ എന്ന് വെച്ചു. കാരണം ലൈസോൾ തറയിൽ ഒഴിക്കുമ്പം മരുന്ന് ജേംസ് ഇല്ലാതാവുന്നുണ്ട്. അപ്പൊ ഇത് കുടിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കൂലെന്ന്. കോമഡി എന്താണെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ലൈസോളിന്റെ കച്ചവടം അമേരിക്കയിൽ കൂടി. നമ്മൾ ഒരിക്കലും അമേരിക്കക്കാർക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന്. 51% കൂടുതൽ പേര് മാലാഖമാർ ശരിക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഈ ട്രംപ് പറഞ്ഞതിന് ശേഷം ലൈസോളിന്റെ കച്ചവടം കൂടി. പിന്നെ വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ട്, കാറ്റാടി യന്ത്രങ്ങൾ ക്യാൻസർ ഉണ്ടാക്കും. അപ്പോൾ ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ വായിച്ച പുസ്തകത്തിൽ നിന്നായിരിക്കും ഇതും വായിച്ചത്. എന്തായാലും ട്രംപിന് വേറെയും കുറച്ച് താല്പര്യങ്ങളുണ്ട്, ഈ പറഞ്ഞത് മാത്രമല്ല. അതായത് ട്രംപിന്റെ കുടുംബപരമായിട്ടുള്ള ബിസിനസ് ഉണ്ട്, അവരുടെ നിക്ഷിപ്തമായ വ്യക്തിപരമായ താല്പര്യങ്ങൾ പാകിസ്ഥാനിലുണ്ട്. അതായത് ക്രിപ്റ്റോ കറൻസികളുടെ പ്രചാരം പാകിസ്ഥാൻ വേഗത്തിൽ പിന്തുടരുന്നുണ്ടെന്ന് ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോഴും നമ്മുടേതായിട്ടുള്ള ഡിജിറ്റൽ കറൻസിയാണ് ഇറക്കിയിരിക്കുന്നത്. നമ്മളൊരു ക്രിപ്റ്റോ ആയിട്ട് നമ്മൾ സംയോജിപ്പിച്ചിട്ടില്ല നമ്മുടെ കറൻസി സാമ്പത്തിക വ്യവസ്ഥയെ. അപ്പോൾ ക്രിപ്റ്റോ ആസ്തികൾ ക്രിപ്റ്റോ ആസ്തികൾ അവരുടെ സാമ്പത്തിക സംവിധാനത്തിൽ സംയോജിപ്പിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ട്രംപിന്റെ സ്ഥാപനമാണ് ഇതിലും പ്രധാനമായ പങ്ക് വഹിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം പാകിസ്ഥാന്റെ അടിമയാണ് പറഞ്ഞല്ലോ, അത് ക്ഷമിക്കണം, US-ന്റെ അടിമയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്ന നോബൽ പ്രൈസ് നോമിനേറ്റ് ചെയ്യുന്നു. ന്യൂഡൽഹി ഇത് ചെയ്യില്ല. ന്യൂഡൽഹി ഇത് ചെയ്യില്ല എന്ന് മാത്രമല്ല, ന്യൂഡൽഹി എന്താ പറഞ്ഞത്, ട്രംപിനെ നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്തു. നമ്മളായിട്ട് യാതൊരു വിധത്തിലുള്ള മധ്യസ്ഥതയും ട്രംപ് വഹിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ദൂർ നിർത്താനായിട്ട് എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു. ഇത് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഈ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ നിസാർ എന്നല്ലേ നാസയുടേത് കയറ്റി അയക്കുന്നത് ഇന്ത്യയുടെ വാഹനത്തിലാണ്, ഇന്ത്യയുടെ ഉപഗ്രഹത്തിലാണ്. ഇത് അവർക്ക് ഒരു എന്താ പറയുക, അസൂയ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ എക്കോണമി തകർച്ചയിലാണോ എന്തിലാണോ എന്നുള്ള കാര്യം അതവിടെ തൽക്കാലം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ സ്റ്റേറ്റ് ഇൻട്രസ്റ്റ്, അതായത് അതായത് യുക്രൈനിന് നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുന്നില്ല. അതായത് യുക്രൈനെ സപ്പോർട്ട് ചെയ്ത് നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുന്നില്ല. റഷ്യക്കെതിരായിട്ട് നമ്മളൊരു സ്റ്റാൻഡ് എടുക്കണം, അതാണ് അമേരിക്കയുടെ ആവശ്യം. ഇന്ത്യ അതൊരിക്കലും ചെയ്യില്ല. പിന്നെ ചൈനയ്ക്കെതിരെ നമ്മളെ തിരിക്കുക, പാകിസ്ഥാനെ പോലെ നമ്മളൊരു കാലാളായിട്ട് ഉപയോഗിക്കുക, അതും സമ്മതിച്ചു കൊടുക്കില്ല. കാരണം നമ്മുടെ ചൈന പോളിസി എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. ആ ചൈനയായിട്ട് എപ്പോൾ ഉടക്കണം, എപ്പോൾ ഒരുമിച്ച് നിൽക്കണം, ഇത് നമ്മുടെ തീരുമാനമാണ്. അതിന് വാഷിങ്ടണിൻ്റെ ഒന്നും ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നെ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം എന്താ പറയുക, നമുക്കിവിടെ ഭാരത് രത്ന എന്നൊക്കെ പറയില്ലേ, ഭാരത് രത്ന നമ്മുടെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ്. ഒരു പൗരന് കിട്ടാവുന്ന സിവിലിയൻ ബഹുമതി, ഒരു ഇന്ത്യക്കാരനാണ് അത് പൊതുവെ കൊടുക്കുന്നത്. അത്തരത്തിലുള്ളൊരു സിവിലിയൻ ബഹുമതി അമേരിക്ക ഒരു ജനറലിന് ഇവർ നൽകി. നിഷാനെ തിയാസ് എന്നാണ് ഒരു അവാർഡിൻ്റെ പേര്. അത് US ജനറൽ മൈക്ക് കുറില്ലയ്ക്ക് നൽകി. എന്നാലോചിച്ചോളൂ. ഇതിന് മൈക്ക് കുറില്ല ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് പാകിസ്ഥാൻ ഒരു ഫിനോമിനൽ പാർട്ട്ണറാണ്. അപ്പം അത്തരത്തിൽ ഈ പാകിസ്ഥാനും അമേരിക്കയും ഒരു പരസ്പര സ്വയംഭോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം അവരെന്താണ് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുന്നു. ഈ പാകിസ്ഥാൻ ശരിക്കും ഇത്തരത്തിലൊരു ഒരു ട്രാപ്പിലാണ് ട്രംപ് എന്ന് പറയുന്ന പൊട്ടനെപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ വരും വരായികൾ അമേരിക്ക ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ത്യക്ക് പാകിസ്ഥാൻ നമ്മൾ ഈ സിനിമകളിലൊക്കെ നായകൻ്റെ ഒരു സൈഡ് കിക്ക് ഉണ്ടായിരിക്കും, ഒരു അർത്ഥം എന്ന് പറയും നമ്മൾ. ഇതുപോലെ പാകിസ്ഥാനെ അമേരിക്ക ആക്കിയിട്ടുണ്ട്. അപ്പം അതുപോലെ ഇന്ത്യയും കൂടെ ആവണം. അതാണ് ട്രംപിൻ്റെ ഒരു പ്രശ്നം. അത് നടക്കുന്നില്ല. കാരണം ഇവിടെ ഭരിക്കുന്നത് ആണടുത്തനാണ്. അതുകൊണ്ട് അതിപ്പം നടക്കൂല.